യുക്രൈൻ വിഷയത്തിൽ എന്ത് നിലപാട് റഷ്യ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പുടിൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ നിലപാട് എന്താണ് എന്നുള്ളത് അമേരിക്ക ഇതിനോടകം വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പുടിൻ ഇനി എന്ത് നിലപാട് പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ ചർച്ചകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മധു കൊട്ടാരക്കര തുടരുന്നുണ്ട്. മധു, ഇരു നേതാക്കളും ഇപ്പോൾ ഒന്നിച്ച് കണ്ടിരിക്കുന്നു, മുഖാമുഖം വന്ന് ഒരു ഹസ്തദാനം നടത്തി. വളരെ ഹാപ്പി, വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇരു നേതാക്കളെയും കാണാൻ കഴിഞ്ഞത്. ഇതൊരു വളരെ സുപ്രധാനമായ നാഴികക്കല്ലാണ്, ചരിത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം റഷ്യയുടെയും അമേരിക്കയുടെയും രാഷ്ട്രത്തലവന്മാർ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു, അതും ഒരു നിർണായക ചർച്ചയ്ക്കായി. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത്, മധു? പ്രജിൻ, അതീവ സുരക്ഷയിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങളാണ് ഈ വ്യോമസേനാ കേന്ദ്രത്തിനെ വലയം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ലോകത്തിന്റെ പല ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എന്തുമാത്രം നിർണായകമായിരിക്കും. ഇരു കൂട്ടരും അവരുടെ വിശ്വസ്തരെ പോലും ഈ അടച്ചിട്ട മുറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറായിട്ടില്ല. പരിഭാഷകർ മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഈ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില ആൾക്കാരുടെ മുന്നിൽ മാത്രമായിരിക്കും അവര് ചോദ്യങ്ങൾ സ്വീകരിക്കുക. ട്രംപ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ ഈ ചർച്ച നല്ല രീതിയിൽ ആദ്യഘട്ടത്തിൽ പോയില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോകും. അതായത് അമേരിക്ക ഈ വിഷയം വിടുകയാണ്. യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിന്ന് ഒരു വോക്കൗട്ട് നടത്തുന്ന ഒരു സൂചനയും തന്നിട്ടുണ്ട്. ചർച്ച നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ത്രികക്ഷി കൂടിയ മീറ്റിംഗ് സംഘടിപ്പിക്കും. അത് സെലൻസ്കിയുമായി ഇരുന്നു കൊണ്ടുള്ള ഒരു അവസാന ഘട്ട ചർച്ചയായിരിക്കും. അതിനു മുന്നേ ഇരു രാജ്യങ്ങളുടെയും കരട് രൂപങ്ങളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. വലിയൊരു സംഘം രണ്ടു വശത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് സെക്രട്ടറിയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പീറ്റ് ഹെഗ്സെത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു നീണ്ട ചർച്ച ഈ ഇരു നേതാക്കളും തിരിച്ചു പോയാലും ഈ വ്യോമസേനാ കേന്ദ്രത്തിൽ തുടരുവാൻ സാധ്യതയുണ്ടെന്ന് റഷ്യൻ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ, മധു തുടരുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മറുഭാഗത്ത് അവിടെ വലിയ സുരക്ഷയാണ് ഈ കൂടിക്കാഴ്ചയുടെ മുന്നോടിയായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. കാരണം രണ്ട് സുപ്രധാന രാഷ്ട്രങ്ങൾ അമേരിക്ക, റഷ്യ, ഇവരുടെ തലവന്മാർ സംസാരിക്കാൻ പോവുകയാണ്, കൂടിക്കാഴ്ച നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയിലാണ് ഈ കേന്ദ്രങ്ങളാകെയുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അലാസ്ക എന്ന് പറയുന്ന ഈ വ്യോമസേന ബേസ് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കായി തിരഞ്ഞെടുത്തതും. ഇരു രാജ്യങ്ങൾക്കും സുപ്രധാനമാണ്. അതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിലൊക്കെ അലാസ്ക എന്ന ഈ കേന്ദ്രം, അവിടെയാണ് ഇരു നേതാക്കളും ഇപ്പോൾ ചർച്ചയ്ക്കായി ഒരു ടേബിളിന്റെ ഇരുവശവും ഇരിക്കാൻ പോകുന്നത്. അടുത്ത നിമിഷത്തിൽ ആ ചർച്ച ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ സെലൻസ്കി സൂചിപ്പിച്ച പല സുപ്രധാനമായ കാര്യങ്ങളുമുണ്ട്. ഇതിൽ ഇനി അമേരിക്കൻ നിലപാട് എന്താണ്, അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഈ വിഷയത്തിൽ എന്നത് അതീവ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ നോക്കിക്കാണാൻ പോവുകയാണ്. എന്തായാലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷേ ഈ സമയത്ത് പോലും റഷ്യയിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ സെലൻസ്കി സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷ നിർഭരമായാണ് സെലൻസ്കി ഈ ചർച്ചയെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും രീതിയിൽ എങ്ങനെ വന്നാലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്ക് യുക്രൈൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രാജ്യങ്ങളുടെയും നിലപാടുകൾ ഇനി നടക്കാൻ പോകുന്നത്? അതിൽ നിന്ന് റഷ്യ പിന്മാറുമോ? ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് തന്നെ ഒരുപക്ഷെ ലോകക്രമത്തെ മാറ്റിമറിച്ചേക്കും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു, അവിടെ സമാധാനം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും റഷ്യയുമായൊക്കെ നേരത്തെ പല വ്യാപാര ബന്ധങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന രാജ്യങ്ങൾ പിന്നീട് ആ ഡീൽ പുതുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് മാറി ചിന്തിക്കേണ്ടി വരും. ആ സമയത്ത് നിലവിൽ ഈ ചുങ്കം ചുമത്തിയിരിക്കുന്ന അമേരിക്ക അതിൽ നിന്ന് മാറിപ്പോകുമോ, പിന്നോട്ട് പോകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സ്വാധീനിക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയായി, നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി ഇതിനോടകം അലാസ്കയിലെ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച മാറിക്കഴിഞ്ഞിട്ടുണ്ട്.